ലോകകപ്പും കോപ്പയും ഫൈനലിസിനെയും നേടി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അർജന്റീനൻ മഹിമയ്ക്ക് മുറിവേറ്റ നാടകീയ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ ഹാവിയറിന്റെ അർജന്റീനയ്ക്ക് സംഭവിച്ച തോൽവി. 2-1 അർജന്റീന പരാജയപ്പെട്ടത്. കൂടാതെ ഒളിമ്പിക്സിലെ അർജന്റീന മൊറോക്കോ മത്സരത്തിൽ ആരാധകർ ഗ്രൗണ്ട് കയ്യേറിയ അവസ്ഥയും കാണേണ്ടതായി വന്നു. ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച അർജന്റീന കളി സമനിലയിലാക്കിയതോടെ മൊറോക്കൻ ആരാധകരാണ് ഗ്രൗണ്ട് കയ്യേറിയത്. തുടർന്ന് മത്സരം നിർത്തിവെക്കേണ്ടതായി വന്നു. പാരീസ് ഒളിമ്പിക്സ് ആദ്യം തന്നെ കല്ലുകടി. ലോക ചാമ്പ്യന്മാരുടെയും കോപ്പ ചാമ്പ്യന്മാരുടെയും അനിയൻ ടീം എന്ന നിലയിൽ ഒളിമ്പിക്സിലെ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷ മത്സരങ്ങളിലാണ് ഈ വിധം വൈചിത്ര്യങ്ങൾ ഉണ്ടായത്. ഒളിമ്പിക്സിലെ ആദ്യ മത്സരമായിരുന്ന അർജന്റീന മൊറോക്കോ ഫുട്ബോൾ മത്സരം വിവാദത്തിലായി എന്ന് പറയാം. ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച അർജന്റീന കളി സമനിലയാക്കിയതോടെ മൊറോക്കൻ കാണികൾ ഗ്രൗണ്ട് കയറിയ സംഘാടന പിഴവാണെന്ന് ആരോപണം ഉയരുന്നുണ്ട്. ഈ ഗോൾ വാർ പരിശോധനയിൽ പിൻവലിച്ച കാണികളെ ഒഴിപ്പിച്ച് 3 മിനിറ്റ് കളി നടത്തിയെങ്കിലും അർജന്റീനയ്ക്ക് ഗോൾ കണ്ടെത്താനായില്ല. ഇതോടെ മൊറോക്കോ 1-നെതിരെ 2 ഗോളുകൾ വിജയിക്കുകയായിരുന്നു. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈം 16 മിനിറ്റോളം നീണ്ടതായിരുന്നു ആദ്യ വിവാദം. ഇഞ്ചുറി ടൈം ആരംഭിക്കുമ്പോൾ മൊറോക്കോ 1-നെതിരെ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. അവസാന മിനിറ്റിൽ 1 ഗോൾ തിരിച്ചടിച്ച് അർജന്റീന കളി സമനിലയിലാക്കി. എന്നാൽ തീരുമാനത്തിൽ പ്രതിഷേധിച്ച മൊറോക്കൻ കാണികൾ ഗ്രൗണ്ട് കയ്യേറി. ഗ്രൗണ്ടിലേക്കും അർജന്റീന കളിക്കാരുടെ നേർക്കും ആരാധകർ പ്രതിഷേധിച്ചൊരുക്കത്തിൽ പലതും വലിച്ചെറിഞ്ഞു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണികളെ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിപ്പിച്ചു. ശേഷം 2.5 മണിക്കൂർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടത്തിയ വാർ പരിശോധനയിൽ ഈ ഗോൾ പിൻവലിച്ചു. പിന്നീട് 3 മിനിറ്റ് വീണ്ടും മത്സരം നടത്തുകയായിരുന്നു. സുഫിയാൻ റഹീമിയുടെ ഇരട്ട ഗോളുകളാണ് മൊറോക്കോയ്ക്ക് ലോക ചാമ്പ്യന്മാർക്കെതിരെ ജയം സമ്മാനിച്ചത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ആദ്യ ഗോൾ കണ്ടെത്തിയ താരം 51-ാം മിനിറ്റ് പെനാൽറ്റിയിലൂടെ ഗോൾ വേട്ട ഇരട്ടിയാക്കി. 68-ാം മിനിറ്റ് അർജന്റീനയ്ക്കായി ജൂലിയാനോ സിമിയോണി ഒരു ഗോൾ മടക്കി. പിന്നീട് ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിലായിരുന്നു പിൻവലിച്ച ഗോൾ. ക്രിസ്ത്യൻ മെദീന നേടിയ ഈ ഗോൾ പിന്നീട് ഓഫ് സൈഡ് ആണെന്ന് വിധിക്കുകയായിരുന്നു. അതേസമയം ഗോൾ പിൻവലിക്കാനുള്ള റഫറിയുടെ തീരുമാനത്തിനെതിരെ സൂപ്പർ താരം ലയണൽ മെസ്സി പരോക്ഷമായി രംഗത്ത് വന്നു. ഇൻസോലിറ്റോ അഥവാ അസാധാരണം എന്നാണ് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സർക്കസ് എന്നാണ് ടീം പരിശീലകൻ ഹാവിയർ മഷറാനോ ഈ തീരുമാനത്തോട് പ്രതികരിച്ചത്. തോൽവിയോടെ അർജന്റീനയുടെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായി. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന. കോപ്പ അമേരിക്ക തുടരെ 2 നേടാൻ അർജന്റീനയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ടീം ഒളിമ്പിക്സിനെത്തിയത്. എന്നാൽ തികച്ചും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രംഗങ്ങളാണ് ഒളിമ്പിക്സിന്റെ 33-ാം പതിപ്പിൽ ആരാധകർ സാക്ഷിയായത്.